So my dear students, we know or we have discussed that there is religious diversity and there is linguistic diversity in India. Now I may ask you a question, and this one we just discussed or just mentioned in one of our earlier class. What do you mean by culture? Whether culture is civilization, whether culture and civilization are same, or whether there is a relationship between culture and civilization. And normally we are using the word culture in some wrong situations. So I may ask you a question, and this question is going to Nandana. Nandana, just tell me what you mean by culture. What is culture? What is actually culture? Yes, Nandana. Hello, sir. കേൾക്കുന്നില്ലേ? Yes, I'm able to hear. Yes. Sir, I think culture എന്ന് പറയുമ്പോൾ അവരുടെ വാല്യൂസിനല്ല ഉദ്ദേശിക്കുന്നത്, അവരെ കൊണ്ട് നടക്കുന്ന ഒരു വാല്യൂസ്, അവരുടെ ലൈഫ് സ്റ്റൈല്, പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ ജീവിത രീതികളെല്ലാം കൂടി നമുക്ക് കൾച്ചർ എന്ന് പറയാലോ. അതെ, നമ്മളിപ്പോ ഒരു സമൂഹത്തിന്റെ കൾച്ചർ എന്ന് പറയുമ്പോൾ ഒരു സമൂഹം കൊണ്ട് നടക്കുന്ന അവരുടെ ജീവിത രീതി, അവരുടെ മൂല്യങ്ങൾ, അവരുടെ അതിന്റെ ഒരു ടോട്ടാലിറ്റി. ഇപ്പൊ സാധാരണ നമ്മൾ നോർമലി വെൻ വി സീ എ പേഴ്സൺ ഹു ഹാസ് വോൺ some barbarian dress, I mean some dress which are not considered as modern. Or if we see some people who wear some skin, some animal skin, then we used to call or we used to tell, look, there is a cultureless man. So Nandana, if we tell so, when we see a man with an animal skin as his dress, if we tell, look, there is a cultureless man, whether you can agree with this statement, Nandana? Sir, question ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോ നമ്മൾ മൃഗത്തിന്റെ തോല് ധരിച്ച ഒരാളെ കാണും. ഈ ആദിവാസികളെ പോലെയൊക്കെ ഈ മൃഗത്തിന്റെ തോല് ധരിച്ച ഒരാളെ കാണുമെന്ന് വിചാരിക്കുക. സാധാരണ അങ്ങനെ ഒരാളെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിളിച്ചു പറയും, അതാണ് ഒരു സംസ്കാരമില്ല. Look, there is a cultureless man എന്ന് പറയും. ഈ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, പ്രസ്താവന നന്ദന? സാർ, ഞാൻ കേട്ടു. പൊതുവെ സമൂഹം ചിലപ്പോ അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത് പെട്ടെന്ന്. ശരിയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ശരിയല്ല, പക്ഷെ പൊതുവെ നമ്മളെ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണല്ലോ. അത് ശരിയല്ല. അത് ശരിയല്ല. അത് സമൂഹത്തിന്റെ കാഴ്ചപ്പാട് എന്ന് മാത്രമല്ല, അവിടെ നമ്മൾ പലപ്പോഴും, ഒരു മിനിറ്റ്, യെസ്, അത് ജസീൽ രാഹുലിനൊരു ടിപ്പ് പറഞ്ഞു കൊടുത്താണ്. ഏതായാലും അത് ശരിയല്ല എന്ന് പറയുമ്പോൾ ശരിക്കും സമൂഹത്തിന്റെ കാഴ്ചപ്പാട് എന്ന് മാത്രമല്ല, സാധാരണ നമ്മൾ ചില വാക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന ഒരു സംഭവിച്ചു പോകുന്ന മിസ്റ്റേക്കാണ്. അത് ഈ വാക്കിൽ മാത്രമല്ല, ഞാൻ പിന്നീട് പറയും, അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്കും മാനേജ്മെന്റ് എന്ന് പറയുന്ന വാക്കും നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് തെറ്റായ രീതിയിലാണ്. എങ്ങനെയാണ് ഞാൻ പിന്നീട് പറയുന്നത്. ഇവിടെ നന്ദന പറഞ്ഞു അത് ശരിയല്ല. അഥവാ നമ്മളൊരു തോല് ധരിച്ചിട്ട് ഒരാൾ നടക്കണം, നമ്മളയാളെ കൾച്ചർലെസ് മാൻ എന്ന് വിളിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. ബിക്കോസ് ദാറ്റ് ഈസ് ഹിസ് കൾച്ചർ, ദാറ്റ് ഈസ് ദ കൾച്ചർ ഓഫ് ഹിസ് സൊസൈറ്റി. Because dress code is a part of culture.
So culture is, as Nandana told, the sum totality of the lifestyle of a particular community or society, which includes their customs, their beliefs, their rituals, their dress code, their vessels, their instruments, their weapons, everything. അപ്പൊ നമ്മളൊരു തോല് ധരിച്ച ഒരാളെ കാണുമ്പോൾ കൾച്ചർലെസ് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം അത് അവരുടെ കൾച്ചറാണ്, അവരുടെ സമൂഹത്തിന്റെ ജീവിത രീതി അതാണ്. സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമുദായത്തിന്റെ ജീവിത രീതിയുടെ ആകത്തുകയാണ്. സം ടോട്ടാലിറ്റി ഓഫ് ദ ലൈഫ് ഓഫ് എ പെർട്ടിക്കുലർ സൊസൈറ്റി. അഥവാ അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ വസ്ത്രധാരണ രീതി, അവരുടെ ഭക്ഷണ രീതി, അവരുടെ ആചാരങ്ങൾ, അവരുടെ അനുഷ്ഠാനങ്ങൾ, അവരുടെ ഭാഷ ഒക്കെ ചേർന്നതിനെയാണ് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത്. Then my question goes to Nishita. Nishita, then can you tell me what is the difference between culture and civilization? എന്താണ് സംസ്കാരവും പരിഷ്കാരവും തമ്മിലുള്ള വ്യത്യാസം? സർ കേൾക്കാമോ സർ? കേൾക്കുന്നുണ്ട് നിശ്ചിത, പറഞ്ഞോളൂ. നമ്മുടെ സംസ്കാരത്തിന് അതീതമായിട്ട് ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് ജീവിക്കുന്നതാണ് പരിഷ്കാരം എന്ന് പറയുന്നത്. Yes, you're right, Nishita. Yes, you're exactly correct, Nishita. Civilization is refined culture. Civilization is refined culture. അഥവാ നമ്മുടെ സംസ്കാരം ശരിയല്ല എന്ന് നമ്മൾ തോന്നുമ്പോൾ, അല്ലെങ്കിൽ കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ ചില കറക്ഷൻസ് വരുത്തും, അതിന് ചില മോഡിഫിക്കേഷൻസ് വരുത്തും. അപ്പോഴാണ് അത് എന്തായി മാറുന്നത്? പരിഷ്കാരമായിട്ട് മാറുന്നത്. നമ്മുടെ സിവിലൈസ്ഡ് സൊസൈറ്റി എന്ന് സാധാരണ പറയും, പരിഷ്കൃത സമൂഹമാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന, പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കാര്യത്തിൽ നിന്നും കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് പുതിയൊരു ജീവിത രീതി കൊണ്ടുവരുമ്പോൾ അതിനാണ് നമ്മൾ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അഥവാ നമ്മൾ സാധാരണ പറയാറുണ്ട് ബാർബേറിയൻ സൊസൈറ്റി എന്ന് പറയും. കാട്ടിലായിരുന്നു മനുഷ്യൻ ജീവിച്ചിരുന്നത് എന്നും, പിന്നീട് അങ്ങനെയാണ് പറയപ്പെടുന്നത്, കാട്ടിലായിരുന്നു ജീവിച്ചിരുന്നത് എന്നും, പിന്നീട് പയ്യെ മാറി മാറി വന്നു, ഗ്രാമങ്ങളായി, നാടായി, ടൗണായി എന്നൊക്കെ പറയുന്നു. ഇപ്പോഴും നമ്മൾ പണ്ടത്തെ ആ കാട്ടിൽ ജീവിക്കുന്ന രീതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ പറയും he is not civilized. So this is the difference between culture and civilization. Culture is the sum totality of the life of a particular society or community, which includes their dress code, their rituals, their languages, their beliefs, everything. And civilization is the process of bringing some refinement into the culture of a particular society or community. Then I may tell you again, there are different types of culture. If we broadly categorize culture into two, we can categorize culture into material culture and non-material culture. So I may just call Rasna. Rasna, can you tell me the difference between material culture and non-material culture? So can you give me some instances? I mean, can you give me some examples for material culture and non-material culture? So, material culture എന്ന് പറഞ്ഞാല് ഈ ഒബ്ജക്ട്സ് അങ്ങനെ എന്തെങ്കിലും ബന്ധപ്പെട്ടായിരിക്കും ഒബ്ജക്ട്സ്? Yes, you're right. Material culture includes the objects, the instruments, the tools used by a particular society. Then that is non-material culture. ഒബ്ജക്ട്സ് എന്താ പറയാ? Yes, material culture, മെറ്റീരിയൽ, ഭൗതികമായ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സമൂഹം ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ആയുധങ്ങൾ, അഥവാ ഭൗതികമായി നമ്മൾ കാണുന്ന
കാണുന്ന ഒബ്ജക്റ്റുകൾ, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒബ്ജക്റ്റുകൾ, അതിനെയാണ് നമ്മൾ മെറ്റീരിയൽ കൾച്ചർ എന്ന്, ഭൗതികമായ സംസ്കാരം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അഭൗതിക സംസ്കാരം, നോൺ മെറ്റീരിയൽ കൾച്ചർ എന്താണ്? ഒബ്ജക്ട്സ് അല്ലാത്ത അവരുടെ ബിലീഫ്സ്, വാല്യൂസ്, അങ്ങനത്തെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അല്ലെ, ഭാഷ. So you got ideas. So there are different types of culture: material culture and non-material culture. Material culture include their vessels, their instruments, their weapons, their dress code, what we can touch and the physical items. And non-material culture includes their beliefs, their language, their rituals, their concepts, their norms, their regulations, their laws, and everything. Yeah. So now you have got a clear idea about culture. Now let's look whether there is cultural diversity in our country. You can just look whether there is cultural diversity. And I may just call Rijit Chapo. Dear Rijit, just tell us whether you believe that there is cultural diversity in India. What sort of cultural diversity is there? Can you give us some examples? Yes, Rijit. Hello, sir. Yes, can you give me some examples? I mean, we have told that what culture is. We have told what culture is and what different types of culture are. And there is material culture, non-material culture. And people tell that there is cultural diversity in our country, in India. ഇന്ത്യയിൽ സാംസ്കാരിക വൈവിധ്യം നിലനിൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ജിജിത്ത്, താങ്കൾ ഈ പറയുന്ന ഒരു കാര്യത്തെ അംഗീകരിക്കുന്നുണ്ടോ? ഇന്ത്യയിൽ സാംസ്കാരിക വൈവിധ്യമുണ്ടോ? താങ്കൾക്ക് ഇന്ത്യയിലെ സാംസ്കാരിക വൈവിധ്യത്തെ കുറിച്ച് പറയാൻ സാധിക്കും? അതിന് ഉദാഹരണങ്ങൾ നൽകാൻ സാധിക്കും? സാംസ്കാരിക വൈവിധ്യം ഇന്ത്യയിലുണ്ട്. ഏതൊക്കെ രീതിയിലുള്ള സാംസ്കാരിക വൈവിധ്യമാണുള്ളത്? നമ്മൾ ഭൗതിക സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, അഭൗതിക സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞു. അഭൗതികമായിട്ടുള്ളത് ഭാഷാപരമായിട്ട് അതൊക്കെ പറഞ്ഞാണ് ഭാഷാ വൈവിധ്യം. ഭാഷയെ നമുക്ക് സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് എടുക്കാം. ഇന്ത്യയിൽ ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ റിലീജിയസ് ആയിട്ടുള്ള, മതപരമായിട്ടുള്ള, അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക്കും രണ്ട് തരത്തിൽ നേരത്തെ പറഞ്ഞതുകൊണ്ട് സംസ്കാരം തന്നെ എടുക്കാം നമുക്ക്. ഇപ്പൊ സംസ്കാരം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ കല്യാണം, നിങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കല്യാണത്തിന് പോയിട്ടുണ്ടാവും. ഇപ്പൊ ഇവിടെ തന്നെ തമിഴ്നാട്ടിൽ കല്യാണത്തിന് പോയവരുണ്ടാവും, നമ്മുടെ കേരളത്തിൽ തന്നെ തെക്കൻ ഭാഗത്ത് കല്യാണത്തിന് പോയവരുണ്ടാവും, വടക്കൻ ഭാഗത്ത് കല്യാണത്തിന് പോയവരുണ്ടാവും. ഇപ്പോ ഞാനിപ്പോ കണ്ണൂരാണ്. കണ്ണൂരുള്ള ഒരു രീതി എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ഇടയിൽ പെൺകുട്ടിയുടെ ഭാര്യയുടെ വീട്ടിൽ താമസിക്കുന്ന ഒരു രീതിയാണ്. അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. എന്നാൽ പിന്നെ നമ്മൾ തെക്കൻ ഭാഗത്തേക്കൊക്കെ അങ്ങോട്ട് പോകണം, ഇവിടുന്ന് കോഴിക്കോട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഭർത്താവിന്റെ വീട്ടിൽ തന്നെയാണ് മുസ്ലിങ്ങളും ഭാര്യ താമസിക്കുന്നത്. പിന്നെ നമ്മുടെ കല്യാണം നോക്കുകയാണെങ്കിൽ കല്യാണത്തിന് തന്നെ നമുക്ക് വ്യത്യസ്തമായ രീതികൾ കാണാം. നമ്മൾ ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഒരു കല്യാണ പ്രോഗ്രാം അല്ല നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്, കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്, അല്ലെ? കല്യാണം എന്ന് പറയുന്നത് ഫംഗ്ഷനാണ്. അഗൈൻ ഇറ്റ്സ് എ പാർട്ട് ഓഫ് കൾച്ചർ. നമ്മൾ ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കല്യാണത്തിന് കൊടുക്കുന്ന ഭക്ഷണ രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ മാറ്റമുണ്ട് ഓരോ സ്ഥലത്തും. ഇപ്പം നമ്മൾ മതപരമായിട്ട് മാത്രം, ഇപ്പം കേരളത്തിലുള്ള ഒരു ഹിന്ദു കുടുംബത്തിലുള്ള കല്യാണം പോലെയല്ല തമിഴ്നാട്ടിലുള്ള ഒരു ഹിന്ദു കുടുംബത്തിൽ നടക്കുന്ന കല്യാണം. നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും ഈ കല്യാണ പ്രോഗ്രാമിലൊക്കെ we can see lots of differences in the case of the marriage functions. And this marriage function is a part of the non-material culture of a particular society. Yes, yes. Then I may call Rislana. Rislana, can you give some words on this topic? Cultural diversity in India.
യെസ്, സാർ പറഞ്ഞോളൂ. ആക്ച്വലി എനിക്ക് ഇന്നൊരു യൂണിവേഴ്സിറ്റി പോണായിരുന്നേ. അപ്പൊ ശനിയാഴ്ച ക്ലാസ് ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ഇപ്പൊ ബസ്സിലാണ് സാർ, അതുകൊണ്ട് ഞാൻ കേൾക്കാന്നുള്ളതുകൊണ്ട് പിന്നെ സാറിനെ വിളിക്കാനത്. എന്നാ ശരി. അല്ല ഞാൻ കൾച്ചറൽ ഡൈവേഴ്സിറ്റി പറഞ്ഞ മീൻസ് നമ്മളിപ്പോ തമിഴ്നാട്ടിലുള്ള ആൾക്കാർ ഫുഡായാലും അവരുടെ ഒരു രീതിയൊന്നും അല്ലല്ലോ നമ്മുടെ കേരളത്തില്. സാർ ഒന്നും പറയാൻ കിട്ടുന്നില്ല. യെസ്, അതന്നെയാണ് നമ്മളിപ്പം ഞാൻ പറഞ്ഞത്. നമ്മൾ തമിഴ്നാട്ടിൽ പോകുകയാണെങ്കിൽ നമ്മൾ കേരളത്തിലാണെങ്കിൽ നമ്മുടെ ഉച്ചക്ക് നമ്മൾ ഊണ് കഴിക്കുന്നു. രാത്രി ചില സ്ഥലത്ത്, മിക്കവാറും കേരളത്തിൽ ചില ഭാഗങ്ങളൊക്കെ ഊണ് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ കണ്ണൂർ വന്നു കഴിഞ്ഞാൽ മിക്കവാറും മുസ്ലിം കുടുംബങ്ങളിലൊക്കെ രാത്രി ചപ്പാത്തി അല്ലെങ്കിൽ ഈ പത്തില് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കഴിക്കുന്നത്. പക്ഷെ മലപ്പുറം ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട് മിക്കവാറും ആളുകൾ മുസ്ലിം വീടുകളിൽ പോലും രാത്രി ചോറ് തന്നെയാണ്. നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ മിക്കവാറും ഹിന്ദു കുടുംബങ്ങളിലൊക്കെ രാത്രി ചോറ് വെക്കുന്നതാണ് സാധാരണ കാണാറുള്ളത്. ഇനി നമ്മൾ കൂടുതലും അരിഭക്ഷണമാണ് ഉപയോഗിക്കുന്നത്. തെന്നിന്ത്യയിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അരിഭക്ഷണമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ ഉത്തരേന്ത്യയിൽ പോകുകയാണെങ്കിൽ അവർ കൂടുതലും ഗോതമ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ we can see this type of difference in the case of food culture. അതെ സർ. അല്ലേ? അതെ സർ. യെസ് സർ. അതിന്റെ ഇടയിൽ ഒരു കാര്യം, സൂമില് ചെറിയൊരു പ്രശ്നം. 40 മിനിറ്റ് ആണ് ഒരു മീറ്റിംഗ് നടക്കുന്നത്. അപ്പൊ ഈ മീറ്റിംഗ് 10 മിനിറ്റ് കൊണ്ട് അവസാനിക്കും. 8 മിനിറ്റ് കഴിയുമ്പോൾ അവസാനിക്കുമ്പോൾ നിങ്ങളൊക്കെ പുറത്തു പോകേണ്ടി വരും. ഞാൻ വീണ്ടും ഒരു മീറ്റിംഗ് തുടങ്ങി അതിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യും. ഓക്കെ, റൈറ്റ്? അപ്പൊ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉണ്ട്. നമുക്ക് അത് നിങ്ങൾ നോക്കിയാൽ വസ്ത്രധാരണ രീതി നോക്കിക്കഴിഞ്ഞാൽ നമ്മള് കേരളത്തിലൊക്കെ കൂടുതലും മുണ്ടും അതുപോലെ തന്നെ ഷർട്ടും നമ്മളൊരു മോഡേൺ എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു നാറ്റീവ് ആയിട്ടുള്ള കൾച്ചർ എന്ന് പറഞ്ഞാൽ ഷർട്ടും എന്ന രീതിയിലാണ്. നേരെ മറിച്ച് നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ നമുക്ക് ഈ സാധാരണ ഈ കൂർച്ചയും അതുപോലെ തന്നെ ജുബ്ബയും പൈജാമയൊക്കെ ആ ഒരു രീതിയിൽ കാണാം. അവിടെ സംഗീതം നോക്കുകയാണെങ്കിൽ നമ്മുടെ സംഗീതത്തിന്റെ കാര്യത്തിൽ പോലും നമുക്ക് വ്യത്യസ്തത കാണാം. നമ്മൾ ഉത്തരേന്ത്യയിൽ പോകുമ്പോൾ അവിടെയുള്ള ഈ കവാലി, ഗസൽ, അതൊക്കെ ഹിന്ദുസ്ഥാനി മ്യൂസിക്, പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കർണാട്ടിക് മ്യൂസിക് എന്ന് പറഞ്ഞ രീതിയിൽ. അതുപോലെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും കാര്യത്തിൽ പോലും നമുക്ക് ഈ വ്യത്യാസം കാണാം. വ്യത്യസ്തമായ ഒരുപാട് സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ്. And people tell that there is cultural pluralism in India. And this term you should keep in your mind, cultural pluralism. So I may ask Prabita, yes, what is this cultural pluralism? What is this cultural pluralism? Sir, I think yes. ഒന്നിൽ കൂടുതൽ കൾച്ചർ, അതായത് ഒരു സമൂഹത്തിലെ ഒന്നിൽ കൂടുതൽ കൾച്ചർ. Yes. അതിനല്ലേ പറയാ കൾച്ചറൽ പ്ലൂറലിസം. There are lots of cultural entities in a particular society. We call it cultural pluralism. Then what is multiculturalism? Actually, this is multicultural. You're not wrong. Your answer is not wrong, Prabita, but I will add something more to that answer. Okay. So cultural pluralism, when we look at the term pluralism, plural means lots of, yes, group. Yes. But technically, cultural pluralism is defined as it's a state of a particular society where minority groups are enjoying their right to follow their own culture, and majority group accepts some aspects of the culture of the minority groups. This is cultural pluralism. In India, there is majority group, then there are lots of minority groups. And it is thought that in India there is cultural pluralism because the majority never interferes in the right of the minorities to enjoy or to follow
their rituals and customs, and at the same time the majority group accepts some items of the culture of the minority group. And this is called cultural pluralism. അഥവാ ഒരു പ്രത്യേക സമൂഹത്തിൽ, ഒരു ബഹുസ്വര സമൂഹത്തിൽ, ഒരു ബഹുസ്വര കൾച്ചറൽ സാംസ്കാരിക ബഹുസ്വരത എന്നാണ് പറയുന്നത്. അഥവാ ഒരു മൈനോറിറ്റിയും ഭൂരിപക്ഷ വിഭാഗവും ന്യൂനപക്ഷ വിഭാഗങ്ങളും ഒന്നിച്ച് താമസിക്കുന്ന ഒരു പ്രത്യേക സമൂഹത്തിൽ തങ്ങളുടേതായ ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് അഥവാ തങ്ങളുടെ സംസ്കാരം പിന്തുടർന്നുകൊണ്ട് ജീവിക്കാൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സാധിക്കുകയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംസ്കാരത്തിന്റെ ചില വശങ്ങൾ ഭൂരിപക്ഷ വിഭാഗം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക പ്രതിഭാസമാണ്, ഒരു സാമൂഹിക അവസ്ഥയാണ് കൾച്ചറൽ പ്ലൂറലിസം. Got it? Yes? Yes, sir. So cultural pluralism is a state of an atmosphere in a society where minority groups enjoy their rights to follow their own cultural aspects, their own beliefs, their own customs, their own rituals, without getting violated by the majority. And the majority groups accept some items from the culture of the minority groups. And this one you can see. നമ്മൾ ചിന്തിക്കണം, നമുക്കത് കാണാം. ഇപ്പോ ഒരുപാട് മെജോറിറ്റിയും മെജോറിറ്റിയുടെ ചില കൾച്ചറൽ ആസ്പെക്റ്റിനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ലേ? സംഭവിക്കാം. പക്ഷെ അതവിടെ ഈ മൈനോറിറ്റിയുടെ കൾച്ചറും ആക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ അതവിടെ സാധാരണ എടുത്തു പറയാൻ കാരണം മൈനോറിറ്റി മെജോറിറ്റിയുടെ കൾച്ചർ ആക്സെപ്റ്റ് ചെയ്യുന്നതിനേക്കാളും വലുതാണ് മൈനോറിറ്റിയുടെ കൾച്ചർ ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെ? മെജോറിറ്റിക്ക് ഡൊമിനൻസ് ഉണ്ടാവും. ഡൊമിനൻസ് ഉള്ള ആൾ അവരുടെ താഴെ അഥവാ അവരുടെ അത്രയും എണ്ണമില്ലാത്ത ആളുകളുടെ കൾച്ചർ സ്വീകരിക്കുക എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ ഒരു സ്പെഷ്യലാണ്. Yeah, but technically other thing is also possible. That's why I said other thing is also possible, but this is the technical definition given to cultural pluralism. Okay. അഥവാ ഒരു പൊതു സമൂഹത്തിൽ മൈനോറിറ്റി ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഭൂരിപക്ഷ വിഭാഗങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവരുടെ സാംസ്കാരികമായ അവകാശങ്ങളെ അതിക്രമിക്കാതെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടേതായ രീതിയിൽ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ സാധിക്കുകയും ഭൂരിപക്ഷ വിഭാഗം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംസ്കാരത്തിന്റെ ചില നല്ല വശങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ഒരു സാമൂഹിക അവസ്ഥയാണ് എന്ത്? കൾച്ചറൽ പ്ലൂറലിസം അഥവാ സാംസ്കാരിക ബഹുസ്വരത. ഇത് നമുക്ക് കാണാം, പല കാര്യത്തിലും കാണാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ മീറ്റിംഗ് ഒന്ന് എൻഡ് ചെയ്യാണ്, കാരണം ഇത് അവസാനിക്കാനായി. നിങ്ങൾ വാട്സപ്പിൽ ഞാൻ അടുത്ത മീറ്റിംഗിന്റെ ലിങ്ക് അയക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. യെസ്.